മഴയ്ക്ക് പിന്നാലെ തന്നെ 2018 പ്രളയകാലത്തേക്ക് ഓർമ്മിപ്പിക്കും വിധമാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകുന്ന മഴക്കെടുതി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ സമയം പോലും അനുവദിക്കാതെ മഴവെള്ളം റാന്നിയിലും ആറന്മുളയിലും ഇരച്ചെത്തി. മൂഴിയാർ ഡാം തുറന്നതോടെ പുഴകളിലെ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് ദ്രുതഗതിയിൽ വെള്ളം കയറാനുള്ള കാരണമായതെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. പത്തനംതിട്ടയിൽ മുന്നറിയിപ്പ് പാളിയെന്നും സർക്കാർ നിർമ്മിത പ്രളയമെന്നുമാണ് CPIM-ന്റെ ആരോപണം. സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമാകണമെന്ന് ആറന്മുള MLA അബിൻ വർക്കിയും MLA-യും അഭിപ്രായപ്പെട്ടു. അത് ന്യായമാണെന്ന് മന്ത്രി PC വിഷ്ണുനാഥൻ വ്യക്തമാക്കുന്നുണ്ട്. ഓറഞ്ച് ബുക്കിലെ ചട്ടങ്ങൾ പാലിക്കാതെ ഡാം തുറന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. ഇപ്പോൾ ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്നത് ന്യൂസ് ആംഗിളിൽ. വിശകലനങ്ങളുമായി ശ്രീരാജ് നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീരാജെ, ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ടയിൽ എവിടെയാണ് ഒരു വലിയ പാളിച്ച സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പം ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ രാത്രി വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ട് അത് പുലർച്ചെയാകുമ്പോൾ റെഡ് അലർട്ടിലേക്ക് മാറുന്നു. ആ ഘട്ടത്തിൽ ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തുന്നില്ല. ഇപ്പോൾ അത് നേരത്തെ മുൻകൂട്ടി കണ്ട് തീവ്രമഴ അത് അതിതീവ്ര മഴയിലേക്ക് മാറിയേക്കാം എന്നൊരു സൂചനയെങ്കിലും ഉണ്ടെങ്കിൽ 2018 ഒക്കെ ഈ വെള്ളം കയറിയ സ്ഥലങ്ങളിലുള്ള കടകളും കമ്പോളങ്ങളും വീടുകാർക്കും ഒക്കെ അവരുടെ സാധനങ്ങളും അറ്റ്ലീസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനെങ്കിലും സമയം കിട്ടുമായിരുന്നു. പലരും ആ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഒന്ന് മാറുകയോ അതല്ലെങ്കിൽ കുറച്ചധികം ജാഗ്രതയോടെ നിൽക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പിന്നീട് തുടർച്ചയെ പല മുന്നറിയിപ്പ് സിസ്റ്റങ്ങളും പാളുന്നതാണ് നമ്മൾ കണ്ടത്. IMD ഒരു കാര്യം പറയുന്നു, സർക്കാർ സംവിധാനങ്ങൾ വേറൊരു കാര്യം പറയുന്നു, അങ്ങനെ പോകുന്നു. MLA-ക്ക് വേറൊരു അഭിപ്രായമുണ്ട്. അത് പലയിടത്തെ പല MLA-മാർക്ക് പല അഭിപ്രായങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഏകോപനത്തിൽ കോർഡിനേഷനിലൊക്കെ ഒരു പ്രശ്നമുള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മളിപ്പം രക്ഷാപ്രവർത്തനത്തിനും അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി അവിടെ വേണ്ട പ്രവർത്തനങ്ങൾക്കുമാണ് മുൻതൂക്കം നൽകേണ്ടത് എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ടും ശരിവെച്ചുകൊണ്ടും തന്നെ ചോദിക്കുകയാണ്, പത്തനംതിട്ടയിൽ ശരിക്കും ഒരു പാളിച്ച സംഭവിച്ചിരുന്നില്ലേ ശ്രീരാജ്? സേതു, അതായത് ഈ ദുരിത സമയത്ത് അല്ലെങ്കിൽ ഈ ദുരന്ത മുഖത്ത് സ്വാഭാവികമായും പാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ തീരുമാനിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില ഏകോപനങ്ങളുണ്ട്. അതിൽ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ലാം തകിടം മറിയും. വലിയ തരത്തിൽ ദുരന്തം ആളുകളെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും കൃത്യമായി ഇടപെടലും ഏകോപനവും ഉണ്ടെങ്കിൽ മാത്രമാകും അത്രത്തോളം എത്ര വലിയ ദുരന്തമുണ്ടായാലും അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുക എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഈ പത്തനംതിട്ട ജില്ലയിലെ കാര്യമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ മഴക്കെടുതി ബാധിച്ച ഇടങ്ങൾ ഒന്ന് റാന്നിയും മറ്റൊന്ന് ആറന്മുളയുമാണ്. ഇപ്പോൾ തിരുവല്ലയും. ഈ റാന്നിയിലേക്ക് വെള്ളം എത്തിയതിൻ്റെ അല്ലെങ്കിൽ റാന്നി ടൗണിലേക്ക് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിൻ്റെ കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു എന്നുള്ളതാണ്. മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമോ സംശയമോ ഇല്ല. പക്ഷേ മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്ന ഘട്ടത്തിൽ പാലിക്കപ്പെടേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഡാം തുറക്കുമ്പോൾ ഓറഞ്ച് ബുക്ക് പറയുന്ന നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും പാലിക്കപ്പെടണം. ഇതൊന്നും പാലിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ആക്ഷേപമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഡാം തുറക്കാൻ, ഷട്ടറുകൾ തുറക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഇടങ്ങളിൽ, അതിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകണം. ആ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടായി ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ആ നിർദ്ദേശം കൊടുക്കണം. സ്വാഭാവികമായും 2 മണിക്ക് ആ ഡാം തുറന്നു, ഷട്ടറുകൾ തുറന്നപ്പോൾ പുലർച്ചെയായിട്ടും ബാധിക്കപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിന്റെ നിർദ്ദേശങ്ങൾ ലഭിച്ചില്ല എങ്കിൽ അതിനർത്ഥം പത്തനംതിട്ടയിൽ അതിതീവ്ര മഴയ്ക്കൊപ്പം തന്നെ ഈ മൂഴിയാർ, കാരിക്കയം ഡാമുകളൊക്കെ തുറന്നു വിട്ടത് വലിയ പ്രശ്നമായി. നദികളിലെ ജലനിരപ്പ് ഉയരുന്നതിനും ഒക്കെ കാരണമായി. പിന്നെ മഴ നിലനിൽക്കുന്നുണ്ട്, ഈ ജലനിരപ്പ് ഉയരുന്നു, അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തിയൊക്കെയാണ് വ്യാപകമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്.